ഇന്ന് അവധി ആയതുകൊണ്ടേ പരിപ്പോട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉച്ചയായപ്പോൾ തന്നെ പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുണ്ടായിരുന്നു. അത് ദേ മിക്സിയിലേക്ക് ഇടുകയാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. വലുതായിട്ടൊന്നും അരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത പോലെ ആക്കിയാലും മതി. അതൊന്ന് ഞാൻ മിക്സിയിലേക്ക് ഇട്ട് ഒരു പ്രാവശ്യം ഞാൻ ഇട്ട് അത് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതും ഞാൻ ദേ ഇട്ടു, അത് ക്രഷായി. അത് പാത്രത്തിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇത് കുറച്ച് വലിയ ഇനം പരിപ്പാണ്, ചെറിയ പരിപ്പല്ല, കുറച്ച് വലിയ പരിപ്പാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ആയാൽ മതി. വെള്ളത്തിൽ ഇട്ടപ്പോൾ തന്നെ നല്ലോണം അതൊന്ന് കുതിർന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, നല്ലോണം അരഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഇതായിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ലോണം പാത്രത്തിൽ നിന്ന് മുഴുവനായിട്ട് വടിച്ചെടുക്കുകയാണ്. എപ്പോഴും പറയും അവധി ദിവസങ്ങളിൽ എന്തെങ്കിലും ഉണ്ടാക്കി തരുമോയെന്ന്, അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ചിലപ്പോൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതിലേക്ക് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഞാനിടാൻ മറന്നുപോയി, ഇഞ്ചി ഇടണമായിരുന്നു, വേപ്പില എല്ലാം കൂടി ഇടുകയാണ്. സവാളയൊക്കെ കുറേശ്ശെ എടുത്തിട്ടുള്ളൂ, വെളുത്തുള്ളിയും കുറേശ്ശെ എടുത്തിട്ടുള്ളൂ, മുളകൊക്കെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിള്ളേരൊക്കെ കഴിക്കുന്നതല്ല, കാരണം കുറച്ചേ ഇട്ടിട്ടുള്ളൂ. എല്ലാം കൂടി ഇട്ടു. അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയാണ് ഇട്ടത്. കുറച്ച് മൈദപ്പൊടി ഇട്ടു, കുറച്ച് ഉപ്പിട്ടു, കുറച്ചുപ്പ്, എല്ലാവരും കുറേശ്ശെ ഇട്ടിട്ടുള്ളൂ. മുളക് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി. പരിപ്പൊടി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഉണ്ടാക്കിയ രീതി ഒന്ന് കാണിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് കാട്ടിയതാണ് കേട്ടോ. മുളക് പൊടി ഇട്ടിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. കൈ വെച്ചാണ് മിക്സ് ചെയ്യുന്നത്, ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കുന്നില്ല, വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. നല്ലോണം കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി പരിപ്പ് കുതിർത്തിയതിൻ്റെ ഒരു ജലാംശം അതിലുണ്ടാവും. അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിലേക്ക് കുറച്ച് പൊടി ഇട്ടത്. എല്ലാ ഭാഗത്തേക്കും ഉപ്പും മുളക് പൊടിയൊക്കെ, കുറച്ച് മുളക് പൊടിയൊക്കെ ഞാൻ ചേർത്തിട്ടുള്ളൂ. എല്ലാ ഭാഗത്തേക്കും അതങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അത് മാറ്റി വയ്ക്കുകയാണ്. എല്ലാം യോജിച്ചു ഇതായി കഴിഞ്ഞപ്പോൾ കണ്ടോ, എല്ലാം നല്ലോണം മിക്സ് ചെയ്തു. ചട്ടിയിലേക്ക് ഓയിൽ ഒഴിക്കുകയാണേ. ഓയിലൊഴിച്ചിട്ട് നന്നായി ചൂടായി കഴിയുമ്പോൾ ഓരോ ചെറിയ ബോൾസ് ആക്കിയിട്ട്, ജസ്റ്റ് ഒരു ബോൾസ് ആക്കിയിട്ട് അത് കൈൻ്റെ നടുവിൽ വെച്ചൊന്ന് പ്രസ് ചെയ്യുക. ഭയങ്കര തിന്നാവരുത്, കുറച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം മാത്രമേ ഇടാവൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ആ എണ്ണ കുടിക്കും ആ സാധനം. അപ്പോൾ ഞാൻ നല്ലോണം എണ്ണ ചൂടായതിന് ശേഷം മാത്രമാണ് ഇടുന്നത്. എണ്ണ വേപ്പിലിട്ടപ്പോൾ നല്ലോണം മൊരിഞ്ഞ് പൊന്തിയിട്ടുണ്ട്. അതെ, ഓരോന്നായിട്ട് ഞാൻ ഇടുകയാണ്. ഓരോന്നിട്ടു. ചൂടോടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ ഇങ്ങനെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു രസമല്ലേ. കടയിൽ നിന്ന് മേടിച്ച് തിന്നതിന് ഇത്ര എക്സ്പെൻസ് ഒന്നും ആവില്ല, എന്നാലും വീട്ടിലുണ്ടാക്കി കൊടുക്കുമ്പോൾ അതൊരു രസം, ഒരു സന്തോഷമാണ് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ കൊടുക്കുന്നത്. അങ്ങനെ ഓരോന്നും ബോൾസാക്കി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ചട്ടിയിലിട്ട് പൊരിച്ചെടുക്കുക. ചെറിയ തീയിലിടണം, കാരണം ഉള്ളൊന്നും നല്ലോണം വേവണ്ടേ, അതിന് വേണ്ടിയിട്ട് ചെറിയ തീയിലിട്ടാണ് വേവിക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിടണം, അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടണം. എന്നിട്ട് നല്ലോണം മൊരിച്ചെടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടു. ഇപ്പം ഏകദേശം പരിപ്പോടായിട്ടുണ്ട് കേട്ടോ, കോരാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. കോരാം. ഭയങ്കരമായിട്ട് മുരിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനേ പ്രയാസമായിരിക്കും, കടിച്ചാൽ മുറിയാത്ത പോലെ ആയിരിക്കുള്ളൂ. ഇതാ പരിപ്പട റെഡി ആയിട്ടുണ്ട്. നല്ല മുരിമുരയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള നല്ല പരിപ്പടയാണ്. ബാക്കി കൂടി ഉണ്ടായിരുന്നു, അതുകൂടി ഞാൻ ഓരോന്നിട്ട് പൊരിച്ചെടുക്കുകയാണ്. അധികം സമയമൊന്നും വേണ്ട, ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്ത് കഴിഞ്ഞു. പരിപ്പുവട ഉണ്ടാക്കാനായിട്ട് വലിയ സമയം പോകുന്ന പരിപാടിയല്ല, വേഗം കഴിയും. അങ്ങനെ ഓരോന്നും പൊരിച്ച് കോരിയെടുക്കുക. ഇപ്പം ഇതുണ്ടാക്കിയപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന ആഗ്രഹം തോന്നിയപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, പുള്ളി എടുത്തു തരുവാണ്. ഇതാ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കൊച്ചിന് കൊടുക്കുക. അവൾ ഒരു കഷ്ണം കഴിച്ചായിരുന്നു കേട്ടോ, പിന്നെ അവൾ കഴിച്ചില്ല. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ.
മോൾക്ക് കൊടുത്തപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അതിന് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. കുറച്ച് കഴിച്ചു. എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത പരിപ്പുവടയായിരുന്നു.